നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു വിവാദമായി നിലനിൽക്കുന്നത്. വിഴിഞ്ഞം പദ്ധതി അത് തുടങ്ങുന്ന കാലഘട്ടത്തിൽ മുതൽ തന്നെ ഇതുവരെയും ആ പേരൊക്കെ എവിടെ കേട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ പലതരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളും അതിൻ്റെ മേലിൽ നടന്നിട്ടുണ്ട്. കാരണം അതൊരു ചെറിയ ഒരു പദ്ധതിയല്ല, നമ്മുടെ കേരളത്തിൻ്റെതെന്നല്ല രാജ്യത്തിനെ മുഴുവൻ തന്നെ ഒരു മുഖച്ഛായ മാറ്റാൻ ശേഷിയുള്ള ഒരു വലിയ പദ്ധതിയാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാറി മാറി വരുന്ന സർക്കാരുകൾ അതിൽ പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ ചർച്ചകൾ, ഒരു രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഏതായാലും ഇത്തവണയും അതുണ്ടായിട്ടുണ്ട്. നമ്മുടെ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറി ഇപ്പോൾ 2 മാസം ആകാറാകുമ്പോൾ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയരുകയാണ്. ഇപ്പോൾ ഒരു പ്രചാരണം നടക്കുന്നത് അത് കുത്തക കമ്പനികൾക്ക് അങ്ങ് വിഴിഞ്ഞം പോർട്ട് വിറ്റു, വി.ഡി. സതീശൻ സർക്കാർ അദാനിക്ക് വിറ്റു, അല്ലെങ്കിൽ MSC എന്ന് പറയുന്ന ഭീമൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഈ വിഴിഞ്ഞം പോർട്ട് അങ്ങ് വിറ്റ് തൊലച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രചാരണം നടക്കുന്നത്. അപ്പൊ എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? അത്തരത്തിൽ കേരളത്തെ മുഴുവൻ അങ്ങ് തീറെഴുതി, അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടിന് അങ്ങ് മുഴുവനായിട്ട് തീറെഴുതി കൊടുത്തോ? അത്തരത്തിലൊരു പ്രചാരണമാണ് നടക്കുന്നത്. അപ്പൊ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം, ഒരു ആശങ്ക ഉണ്ടാകാം, എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. എന്താണ് അപ്പോൾ സാർ അവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്? നടക്കുന്നതൊക്കെ നടക്കാൻ പാടില്ലാത്ത, ഈ പറയുന്നതൊക്കെ പറയാൻ പാടില്ലാത്ത, ഇതിനെക്കുറിച്ച് ശരിയായിട്ട് പഠിക്കാതെയുള്ള കുരുടന്മാർ ആനയെ കണ്ടിട്ട് വിവരിക്കുന്നത് പോലെ ഉള്ള വിവരങ്ങളാണ് വാസ്തവത്തിൽ ദൗർഭാഗ്യവശാൽ നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദാനി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്, താൻ ഒരു നിയമലംഘനവും നടത്തിയിട്ടില്ല. ഇവിടെ അദ്ദേഹത്തിന് ചെയ്യാവുന്നതുപോലെ 2ാം ഘട്ട പദ്ധതിയുടെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് പണം മുടക്കാനുള്ള അനുവാദമുണ്ട്. അദ്ദേഹത്തിനല്ലാതെ ഈ പോർട്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല. ടെൻഡർ വിളിച്ചിട്ട് ഒരൊറ്റയാളും വന്നില്ല. വന്നതൊരു ചൈന കമ്പനിയാണ്. ചൈന കമ്പനിക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കത്തില്ല. നമ്മുടെ നിവർത്തികേട് കൊണ്ടും ഗതികേട് കൊണ്ടും ഒരു സിംഗിൾ ബിഡിൽ ഇദ്ദേഹത്തിന് കൊടുക്കുകയും ഇത് ഏറ്റെടുക്കാൻ, ഇതുപോലെയുള്ള റിസ്കുകൾ ഏറ്റെടുക്കാൻ ഇന്ത്യയിൽ അദാനി അല്ലാതെ മറ്റാരുമില്ല, വേറെ ഒറ്റയാളുമില്ല. അങ്ങനെയാണ് നമ്മൾ അദാനി എന്ന് പറയുന്ന കോർപ്പറേറ്റ് ടിക്കൂണെന്ന ഇരുകൂട്ടരും വി.ഡി. സതീശനും പിണറായി വിജയനും ഒരുപോലെ വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിന് കൊടുത്തത്. അതായത് നമ്മുടെ ഒരു സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രം കയ്യിലൊതുങ്ങുന്ന ഒരു കാര്യമല്ല, പ്രത്യേകിച്ച് ഈ പോർട്ട്. കാരണം പല ആഗോള ബിസിനസ് അല്ലെങ്കിൽ ആഗോള ഷിപ്പിംഗ് കമ്പനികളൊക്കെ നമ്മുടെ ഇവിടേക്ക് എത്തണം. അതിപ്പോൾ നമ്മുടെ ഒരു സർക്കാരിനെ ആ തരത്തിലൊരു കളികൾ കളിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കഴിവുള്ള ആളുകൾ തന്നെ വേണം. അത്തരത്തിലൊരു കഴിവ്, അല്ലെങ്കിൽ ഇതിലൊരു എക്സ്പേർട്ടാണ് നമുക്ക് റിസ്ക് എടുക്കാനുള്ള കഴിവ്. നോക്കൂ, ഈ റിസ്ക് എടുക്കാനുള്ള കഴിവ് അദാനിക്ക് മാത്രമേ ഉള്ളൂ. അദാനിക്ക് അറിയാം, അദാനി 1ാം ഘട്ടത്തിൽ മുടക്കിയ തുക എത്രയെന്നറിയാമോ? 4400 കോടി രൂപ. അദ്ദേഹത്തിന് റിട്ടേണായിട്ട് കിട്ടിയ റവന്യൂ എത്രയെന്നറിയാമോ? 440 കോടി രൂപ. സാധാരണ ഒരു വ്യവസായി ഇങ്ങനൊരു റിസ്ക് ഏറ്റെടുക്കത്തില്ല. അപ്പോൾ 2ാം ഘട്ടത്തിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, പ്രോഫിറ്റ് ഓർ നോ ലോസ്, ആ രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ MSC എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഏറ്റവും വലിയ കപ്പലായിട്ടുള്ള MSC തുർക്കി എന്ന കപ്പലിനെ ഇവിടെ കൊണ്ടുവന്നത്. അന്നേരമൊക്കെ നമുക്ക് വലിയ വാർത്തയായിരുന്നു. എൻ്റെ അഭിമാനമാണെന്നും പറഞ്ഞ് VN വാസവൻ അവിടെ നിൽക്കുന്നു, മുഖ്യമന്ത്രി ഞങ്ങളാണിത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ മത്സരമായിരുന്നു. നല്ല ചാണ്ടിയാണെന്ന് അന്ന് വി.ഡി. സതീശൻ പറയുന്നു. എന്തൊരു ആഘോഷങ്ങളായിരുന്നു അദാനിയെ വെച്ചുകൊണ്ട്. ഇപ്പോൾ അതേ തള്ളിപ്പറയുന്ന അതിൽ കുത്തകയാക്കി കളയും. ആ പിണറായി വിജയൻ്റെ ആ ഒരു വാക്കിന് ഇദ്ദേഹം നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പനിയിൽ അവിടെ കുത്തകയാകണമെങ്കിൽ എന്തു വേണം? 50% മേൽ ഓഹരി വേണം. ആ കുത്തക ആർക്കാണിപ്പോൾ? അദാനിക്കാണ്. എത്രയാണ് MSC ഷിപ്പിംഗ് കമ്പനിക്ക് ഓഹരിയായിട്ട് കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്? അത് കരാറായിട്ടില്ല കേട്ടോ, അവിടെയാണ് ഇതിൻ്റെ രസം. തീരുമാനിച്ചിരിക്കുന്നത് 49. അപ്പോൾ അവരിതിന് സമ്മതിച്ചു എന്നുള്ള സന്തോഷ വാർത്ത കേരളത്തെ അറിയിക്കുക. അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് മാത്രമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. കരാറിൽ ഏർപ്പെട്ടിട്ടില്ല. ചർച്ച നടത്തി അവർ സമ്മതിച്ചു എന്നുള്ള സന്തോഷം ലോകാത്ഭുതങ്ങളിൽ ഒന്നുപോലെയാണ്. MSC പോലൊരു കമ്പനി ഇതിൻ്റെ ലാഭം എന്താണ് കാര്യം? ഇത് ഗ്രീൻ പോർട്ടാണ്, റിസ്ക്കാണ്. കാരണം അതിൻ്റെ
അച്ചടക്കം പാലിച്ചേ പറ്റൂ. അന്തരീക്ഷ മലിനീകരണം നടത്തുന്ന കാര്യങ്ങൾ അവിടെ വ്യാപിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഗ്രീൻ പോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരിടത്തേക്ക് അതുകൊണ്ടാണ് ഒരു ബിഡും കിട്ടാതെ വന്നത്. നമുക്ക് മനസ്സിലായില്ലേ? 6 റിസ്ക് എടുക്കാൻ തയ്യാറായ അദാനിയെ അപമാനിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അവർ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. വ്യവസ്ഥാപിതമായ രീതിയാണ്. ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അവരത് തടയും. അവരോടൊന്നും അറിയിച്ചു. അതുപോലെ തന്നെ അതേ സമയം തന്നെ കേരള മുഖ്യമന്ത്രിക്കും കത്തെഴുതി അറിയിച്ചിട്ടുണ്ട്. നിയമസഭയിൽ വലിയ ആളാവാൻ വേണ്ടി എന്നെ അറിയിച്ചിട്ടില്ല, ഞാൻ അറിയാതെ. ശരിയാണ്, കേരള ഗവൺമെൻറ്റിൻ്റെയാണ് ഇതിൻ്റെ ഓണർഷിപ്പ്. 2034 മുതലേ ഇതിൻ്റെ ലാഭം പക്ഷേ കേരള ഗവൺമെൻറ്റിന് കിട്ടും. ഇതാണ് കരാറിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അതുവരെയുള്ളത് ഇദ്ദേഹത്തിന് എടുക്കാം. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഈ അദ്ദേഹം സഹിക്കണം. അതുവരെ നഷ്ടമായിരിക്കും എന്ന് വിചാരിച്ചാണ് കേരള ഗവൺമെൻറ് ഈ റിസ്ക് ഏറ്റെടുക്കാതെ. 2060 നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ഉടമസ്ഥതയിലേക്ക് വരുന്നത്. അദാനിക്ക് പിന്നൊരു റോളും ഇല്ല. അദ്ദേഹം പുറത്താവുന്നത് ഈ പറഞ്ഞ 50 വർഷങ്ങൾക്ക് ശേഷവുമാണ്. ഇതാണ് അതിൻ്റെ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷ. ഇപ്പം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും പോവാതെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞ ഇതാണ് അതിൻ്റെ രത്ന ചുരുക്കം. ഇവിടെ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുക, നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ കുത്തകയാവും, എന്നെ അറിയിച്ചിട്ടില്ല എന്നൊക്കെ പറയുക. എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനം എന്നോട് പറഞ്ഞു മാത്രമേ ചെയ്യാവൂന്നൊരു ഈ താക്കീത് നടത്തിയാണ്ടല്ലോ. എൻ്റെ സതീശ, താങ്കൾ ഈ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിട്ടിരിക്കുന്ന തുറമുഖ മിഷൻ പരിപാടി ഉണ്ടല്ലോ, പൊളിഞ്ഞ് പാപ്പരാവും. അതിന് അടിസ്ഥാന ചെലയിടേണ്ടത് വിഴിഞ്ഞം സീപോർട്ട് ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറയുന്ന അദാനിയുടെ ഈ പ്രോജക്റ്റാണ്. അദാനിയുടെ പ്രോജക്റ്റ്, അദാനിയുടെ കമ്പനി എന്നല്ല ഞാൻ പറയുന്നത്, അദാനിയുടെ പ്രോജക്റ്റ്. അദ്ദേഹമാണ് അവിടുത്തെ പരിപാടികളൊക്കെ നഷ്ടം സഹിച്ചും ആൾക്കാരുടെ ശാപം സഹിച്ചും സമരം സഹിച്ചും തിരമാലകളോട് എതിരിട്ടെന്ന പോലെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമ്മൾ മറക്കാൻ പാടില്ല. കോർപ്പറേറ്റ് ടിക്കൂണാണെങ്കിൽ ടിക്കൂൺ ആയിക്കോട്ടെ. നിങ്ങൾ ഈ കുശുമ്പുള്ളവർക്ക് നിങ്ങൾക്കും ആകാമല്ലോ ടിക്കൂൺ. നിങ്ങൾ ഇതുപോലെ പണം മുടക്കി പണം അങ്ങോട്ട് എറിഞ്ഞ് പണം ലാഭം ഉണ്ടാക്കുക. നിങ്ങളെ ഞങ്ങൾ പൂഴ്ത്താം, നിങ്ങളെ ഞങ്ങൾ വിളിക്കാം. ഇത് ചുമ്മാ അസൂയയുടെ പേരിൽ അയാൾ കുറച്ച് പണം ഉണ്ടാക്കി. ഇതൊന്നും ചുമ്മാ ഇത് അഴിമതിപ്പണമല്ല രാഷ്ട്രീയക്കാർ നടത്തുന്ന പോലെ. എനിക്കറിയില്ല സതീശൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മോശമായിട്ട് കേരളത്തിൻ്റെ ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞതെന്ന്. ഇനിയിപ്പോഴാണ് കൂടുതൽ തൊഴിലവസരങ്ങളൊക്കെ വരാൻ പോകുന്നത്. 2ാം ഘട്ടം 3ാം ഘട്ടം. അതിനാണ് MSc വരുന്നത്. ഇവിടുന്ന് ആൾക്കാർ ഗതിയില്ലാഞ്ഞ് തൊഴിൽ ഞാൻ അതുപോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുന്ന് ഇതാ ഒരു കമ്പനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നു. ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്തതാണ് കേരളത്തിൻ്റെ ദുരന്തം. ആ ദുരന്തത്തിന് പരിഹാരമായിട്ട് വരുമ്പോൾ അവർ വ്യവസ്ഥാപിതമായിട്ടുള്ള പങ്കൊക്കെ നിറവേറ്റിയ ശേഷമേ ഇത് വരുമെന്നേ. എന്താ കാര്യമെന്നറിയോ? ഇതിന് കേന്ദ്ര ഗവൺമെൻറ്റിന് 4 മിനിസ്ട്രികളുടെ, ഒന്നല്ല ചുമ്മാ എഴുതി കൊടുത്താൽ പോരാ, 4 മന്ത്രാലയങ്ങളും അത് കൂലങ്കഷമായി പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്താലേ ഈ ഓഹരി ഇവിടെ വരൂ. മനസ്സിലായില്ലേ? ഈ ഓഹരി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ. കേരളത്തിന് എന്തെങ്കിലും അത് വരണം, അത് കിട്ടണമെന്ന് പ്രാർത്ഥിക്കേണ്ടതിനും അതിന് അദാനിയെ സഹായിക്കേണ്ടതിനും പകരം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് സംശയം തോന്നും. ഇവിടെ ഒന്നും കിട്ടിയില്ല, നമുക്ക് കിട്ടേണ്ടതെങ്കിൽ കിട്ടിയെങ്കിലേ ഞങ്ങൾ അപ്രൂവൽ തരുമെന്നുള്ള ഈ ശാഠ്യം ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പ്രകടിപ്പിക്കുമല്ലോ. നമ്മുടെ ഒരു ഫയൽ ഒപ്പിട്ട് തരാൻ അല്ലെങ്കിൽ അങ്ങോട്ട് നീക്കാൻ കിട്ടേണ്ടത് കിട്ടണം. ഒന്നാട്ടെ കുറച്ച് താമസം കൊണ്ട് ആൾ വന്നിട്ടില്ല, ലീവാണെന്നൊക്കെ പറഞ്ഞ് മുടന്തൻ ന്യായങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ചെരുപ്പ് തേയാനിടവരുത്തല്ലേ. അതുപോലെ ഒരു ശരിയല്ല അത്. എന്തായാലും ഇപ്പോൾ അതൊരു തിരുത്തണം അദ്ദേഹം എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ കത്ത് കിട്ടിയിട്ടുണ്ടാവണം അദ്ദേഹത്തിന്, അത് തിരുത്തണം. കാരണം നമ്മൾ വ്യവസായികളെ ബഹുമാനിക്കേണ്ടി വരും. കാരണം നമ്മൾ തകർന്നു കിടക്കുന്ന സംസ്ഥാനമാണ്. നമ്മൾ ധനമുള്ള സ്വിറ്റ്സർലൻഡ് പോലെ ധാരാളം ധനമുള്ള ഒരു സംസ്ഥാനമാണെങ്കിൽ അതിൻ്റെ ആവശ്യം വേണ്ട. പക്ഷേ ആ സ്ഥിതിയിലെത്തുന്നവരെ നമ്മൾ ഇവരെ ബഹുമാനിക്കണം. പാലം കടക്കുവോളം നാരായണ പിന്നെ കൂരായണ പറഞ്ഞു നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു കീഴ്വഴി. അത് കേരളത്തിൻ്റെ കാര്യമാണ്, കേരളത്തിൻ്റെ പ്രോജക്റ്റാണ്. അവിടെ ഒരു MSc വന്നു. നിങ്ങൾ ചൈന പ്രോജക്റ്റ് നടത്താൻ തുടങ്ങിയില്ലേ? ചൈന എന്തുവാ ഇന്ത്യയുടെ ഭാഗമാണോ? ചൈനയുടെ സംരംഭം ചൈന ഇത് ഏറ്റെടുത്ത് നടത്താൻ നിങ്ങൾ സമ്മതിച്ചല്ലേ ഇടതുപക്ഷ ഗവൺമെൻറ്? എന്തേ ഇപ്പം സ്വിറ്റ്സർലൻഡിൽ നിന്നോ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വരുമ്പോൾ നിങ്ങൾക്ക് എതിർപ്പെന്താ? ഈ കുത്തക കമ്പനികൾ കൊണ്ടേ നിങ്ങൾ നശിപ്പിച്ചിട്ടിരിക്കുക. ഇവിടെ കുത്തക കമ്പനികൾ കൊണ്ടേ ഇവിടെ നേട്ടങ്ങൾ നമുക്കിനി ഉണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ട് മനസ്സിലാക്കുക, നഷ്ടം സഹിച്ചാണ് അദാനി നടത്തുന്നത്. കൂടുതൽ മാനനഷ്ടങ്ങളും കൂടി നിങ്ങൾ വരുത്തി വെക്കരുത്. കേരളത്തിൻ്റെ ഈ സ്വപ്ന പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ
ഇത്രയും 1000 ഷിപ്പുകൾ വന്നു, വലിയ കപ്പലുകൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് പെരുമ്പറയടിച്ച നിങ്ങൾ തന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്ത് പറയുന്നു കൃഷ്ണൻ? ഇതിപ്പോൾ സാർ കഴിഞ്ഞ ദിവസം നമ്മുടെ ദേശാഭിമാനി തന്നെ അബദ്ധത്തിൽ അടിച്ചു വാർത്ത. ദേശാഭിമാനി പറഞ്ഞത് ഈ 13,000 കോടിയുടെ നിക്ഷേപമാണല്ലോ വരുന്നത്. നിക്ഷേപം വരുന്നത് അത് പിണറായി സർക്കാരിന്റെ വിജയമാണെന്ന് പറഞ്ഞിട്ട് ദേശാഭിമാനിയിൽ വാർത്തയും വന്നു അബദ്ധത്തിൽ. പക്ഷെ പിന്നീടാണ് അത് അബദ്ധമാണെന്ന് മനസ്സിലായത്. കാരണം ഇവിടെ എതിർക്കുമ്പോൾ അവിടെ അത് പിണറായി സർക്കാരിന്റെ വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നത് വിവാദമായിട്ടുണ്ടായിരുന്നു. അതെ ഈ പത്രങ്ങൾ മുഴുവനും അബദ്ധ ജടിലമായ വാർത്തകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കൊടുക്കുന്നത് കറക്റ്റായിട്ട് വാർത്ത കൊടുക്കുന്നത് ദ ട്രിബ്യൂൺ എന്നുള്ള പത്രം, അതുപോലെ ദി ഇക്കണോമിക് ടൈംസ് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രസിദ്ധീകരണം, ഇത് രണ്ടുമാണ് കൊടുക്കുന്നത്. ഇത് ഹിന്ദു പത്രം പോലും പറഞ്ഞിരിക്കുന്നത് ഡൈവേസ്റ്റ് ചെയ്യുന്നു. എന്ത് ഡൈവെസ്റ്റ്മെൻറ്റ്? ഇത് ഡൈവെസ്റ്റ്മെൻ്റ് അല്ല, പുതിയ പണം കണ്ടെത്തുകയാണ് ഓഹരികൾ കൊടുത്തുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓഹരികൾ ഇനി എടുക്കാൻ പോകുന്നേ ഉള്ളൂ. നമ്മളങ്ങനെ ആ സ്ഥാപനത്തിൻ്റെ ഓഹരി എടുക്കാൻ വേണ്ടി ഇതാരും എടുക്കില്ല. പുതിയ പണം കെട്ടാൻ പറ്റി ഇനിയുള്ള 2ാം ഘട്ടത്തിൻ്റെ 51% അദാനിക്കും 49% MSCക്കും. ഇങ്ങനൊരു തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്. ഇത് നടപ്പാക്കിയിട്ടുള്ള കാര്യമേ അല്ല, ഡൈവെസ്റ്റ്മെൻ്റ് അല്ല ഇത്, പണം കണ്ടെത്തൽ. ഈ പണം കണ്ടെത്താൻ കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല. 2ാം ഘട്ടം 3ാം ഘട്ടം പണം എത്തേണ്ടത് അദാനിയാണ്. പിന്നെ ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുക്കും. ഇവർക്ക് നഷ്ടത്തിലാണെന്നറിയാം, അത് മാത്രമാണ് കേരള ഗവൺമെൻറ് ചെയ്യുന്നത്. അല്ല, ഷെയറൊന്നും എടുക്കത്തില്ല. പിന്നെ അവരെന്ത് വേണം? ഇവിടെ നോക്കൂ കൃഷ്ണേന്ദു, ഇത് കത്തോലിക് ചർച്ചിൻ്റെ ശക്തമായ എതിർപ്പിനെ നേരിട്ട്, അതുപോലെ ക്രോണി ക്യാപിറ്റലിസം എന്നുള്ള CPMൻ്റെ ശക്തമായ എതിർപ്പിനെ നേരിട്ട് ഒക്കെയാണ് ഉമ്മൻചാണ്ടി മനസ്സിൽ കണ്ട ഈ പദ്ധതി. അന്ന് സഹായിച്ചത് BJP ഗവൺമെൻറ്, അറിയാം. ഇതിന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം വേണം, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുക്കണം. അതിനൊക്കെ സമ്മതം കൊടുത്തത് BJP ഗവൺമെൻറ്റിലെ അന്നത്തെ അന്തരിച്ച ധനകാര്യമന്ത്രിയായിട്ടുള്ള അരുൺ ജെയ്റ്റ്ലിയാണ്. അദ്ദേഹത്തിനോട് നമുക്ക് നന്ദി ഉണ്ടായിരിക്കണം, അദാനിയോടും നമുക്ക് നന്ദി ഉണ്ടായിരിക്കണം. അല്ല, രാഹുൽ ഗാന്ധി പറയുന്ന ആ വാഴ്വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനായിരിക്കും നഷ്ടം. താങ്കളുടെ സ്വപ്ന പദ്ധതിയാണ് നടക്കാൻ ആവാതെ പോകുന്നത്. അതുകൊണ്ട് താങ്കളെങ്കിലും കരുതലോടെ വേണം അദാനിയെ അപഹസിക്കാൻ എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാം. ഇതിപ്പോൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് VD സതീശൻ അദ്ദേഹം മംഗലാപുരത്ത് പോയി അദാനിയുടെ ഒരു കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ കണ്ടു. എന്തിനാണ് മംഗലാപുരത്തേക്ക് പോയത്, അവിടെ അപ്പോൾ ഡീല് നടന്നിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഉയർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഡീല് ചൊവ്വ നേരം നടന്നില്ല, അദ്ദേഹം ആവശ്യപ്പെട്ടത് കൊടുത്തില്ലെന്ന് വേണം ഇപ്പോൾ വിചാരിക്കാൻ. അങ്ങനെയല്ല ഞാൻ പറയാം, എനിക്ക് അനുമതിയൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ അനുമതിയില്ലാതെ ഒന്നും നടത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ് അവർ കാണിച്ചത് തെറ്റാണെന്നൊക്കെ അല്ലേ പറഞ്ഞു. അവരാ തെറ്റ് തിരുത്തിയിട്ടുണ്ട്. അവരാ തെറ്റായിരുന്നു, ശരിയാണ്. ഇവർ കേരള ഗവൺമെൻറ്റിനോട് ആദ്യം പറഞ്ഞിട്ട് വേണമായിരുന്നു അനൗൺസ്മെൻറ്റ് ചെയ്യാൻ. നിയമത്തിൽ അങ്ങനെ പറയുന്നില്ല കേട്ടോ, കരാറിലും അങ്ങനെ പറയുന്നില്ല. അതൊരു മര്യാദയുടെ പ്രശ്നം മാത്രമാണ്. ആ മര്യാദ ഇപ്പോൾ അവർ കാട്ടി. അവരൊരു ലംഘനവും നടത്തില്ല. 51% ഓഹരി അവരുടെ കയ്യിൽ തന്നെയുണ്ട്. അവർ തന്നെയായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഓണർഷിപ്പ് ഇവിടെ ഈ ഡൈവെസ്റ്റ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ ഷെയർ വാല്യൂ എന്ന് പറയുന്ന സംഭവം ഇല്ല. എന്താ കാര്യം? കേരള ഗവൺമെൻറ്റിൻ്റെയാണിത്. അൾട്ടിമേറ്റ്ലി അതോറിറ്റി എന്ന് പറയുന്ന മുതലാളി എന്ന് പറയുന്ന കേരള ഗവൺമെൻറ്റാണ്. 50 വർഷം കഴിഞ്ഞാൽ മുതലാളി ആവുമെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ 2ാം ഘട്ടം 3ാം ഘട്ടം കഴിഞ്ഞ് 50 വർഷം ആവും. ആ 2 ഘട്ടത്തിനും വേണ്ട പണം ഉണ്ടാക്കുന്നതിനുള്ള ഒരു സ്മാർട്ടായിട്ടുള്ളൊരു സംരംഭം MSC ഒക്കെ ഇവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കണം. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. അതുകൊണ്ട് നെഹ്റുവിയൻ സോഷ്യലിസമോ അല്ലെങ്കിൽ മറ്റേ ഫാബിയൻ സോഷ്യലിസമോ ഒന്നും പറഞ്ഞിട്ട് യാതൊരുവിധമായ കാര്യമല്ല. പ്രാക്ടിക്കൽ ആവണം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ കാര്യം കട്ടപ്പുക.